ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ്ക്കൾ നമ്മളെ ആക്രമിക്കാൻ വന്നാലോ? ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാ തെരുവ് നായ്ക്കളും ആക്രമണ സ്വഭാവമുള്ളതല്ല. ഇപ്പോൾ എൻ്റെ ഏരിയയിലൊക്കെ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്. അതൊന്നും ആരെയും ആക്രമിക്കാറുമില്ല. ഞാൻ അതിനൊക്കെ ഭക്ഷണം പോലും കൊടുക്കാറുണ്ട്. എങ്കിലും ചില തെരുവ് നായ്ക്കൾ ഇതുപോലെ നമ്മളെയും കുട്ടികളൊക്കെ ആക്രമിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ തെരുവ് നായ്ക്കളെ തുരത്താൻ സാധിക്കുമെന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ അവകാശപ്പെടുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു പരീക്ഷണം വിജയിക്കുമോ അല്ല പരാജയപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ച് കാലം മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, എങ്കിലും ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നായകൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോന്നിയാസം കാണിക്കാനുള്ളതല്ല ഇത്തരം ജീവജാലങ്ങൾ. അപ്പോൾ ആദ്യം അവൻ്റെ വിശപ്പം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് അവനെ ഉപദ്രവിക്കാതെ പരീക്ഷിക്കാം. ഇവന് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നതാണ്. ഇല പറിക്കട്ടെ. ആരെയും ഉപദ്രവിക്കാത്തൊരു സാധുവാണിത്. അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവനെ ഉപദ്രവിക്കാതെ നമുക്കൊന്ന് പരീക്ഷിക്കാം. ഓക്കെ, എൻ്റെ മോൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതാണ്. ഏതായാലും അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഫ്രീക്വൻസി കൂട്ട് നല്ലോണം. ഓക്കെ, ആദ്യത്തെ ഫോണിൽ പല ഫ്രീക്വൻസികളും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ നിന്നൊരു വിസിലിൻ്റെ ശബ്ദം കേൾക്കും, പക്ഷേ അവന് ഒരു കൂസലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഫോൺ മാറ്റി ശ്രമിക്കാമെന്ന് കരുതി. ഒരു പഴയ ഫോണുണ്ട് എൻ്റെ കയ്യിൽ, ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, രണ്ടാമത്തെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതോ ഒരു ഫ്രീക്വൻസി എത്തിയപ്പോൾ അവൻ ഓടിയിട്ട് ഞാൻ പിന്നാലെ ചെന്ന് ഞാൻ തിരിച്ച് വിളിച്ചിട്ട് അവൻ വരുന്നില്ല. സാധാരണ ഞാൻ വിളിച്ചാൽ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ ഏതോ ഒരു ശബ്ദം അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അവൻ ഓടുന്നത്. ഇതാ കണ്ടോ. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ചില ഫ്രീക്വൻസികളിലെ ശബ്ദം അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നിർത്തി, എന്നിട്ട് ഒന്നുകൂടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കി. പിന്നെ അവനൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നേരത്തെ അത് വർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായി വർക്ക് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 5-6 മൊബൈൽ ഫോണിൽ ഇതേ ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിച്ചപ്പോൾ ഭൂരിഭാഗം സമയവും ഡോഗ്സിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചില സമയത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ഫോൺ മോഡലുകളിൽ ഫ്രീക്വൻസിയും ശബ്ദവും ഒക്കെ കറക്റ്റാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കിക്കോ. പരിചയമില്ലാത്ത ഡോഗ്സിൻ്റെ മുന്നിൽ നിന്നൊന്നും പരീക്ഷിക്കരുത്. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിലൊന്നും കൊടുത്തിട്ട് പരീക്ഷിക്കരുത്. ഒരു തരത്തിലും കടിക്കില്ല എന്ന് ഉറപ്പുള്ളതും ഞാൻ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നതും വളരെ സാധുവായ ഒരു ഡോഗായതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ പോലും ഫോൺ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സുരക്ഷിതമായ ഒരു അകലമൊക്കെ പാലിച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ QR കോഡ് ഉണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതൊന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ തന്നെ മുകളിലെ അഡ്രസ് ബാറിൽ അഡ്രസ്സ് ചെയ്യുക. സ്പെല്ലിംഗ് സ്ക്രീനിൽ കാണാം. ആദ്യം ടെക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട്, അതിനുശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതുക. അതിനുശേഷം വീണ്ടും ഡോട്ട്, ശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ഡോഗ് ഡിഫൻസ് ആപ്പ് ഉണ്ട്. ഇനി കുറച്ച് ദിവസമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ താഴേക്ക് മറിച്ച് നോക്കുക. ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ ഇടത് ഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡോഗ് എന്ന് മാത്രം എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റർ കിട്ടും. ഇതിൻ്റെ താഴെയുള്ള റീഡ് മോർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും. അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.